നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി. ലിംഗഭേദമന്യേ കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി. കരിക്കുലം കമ്മിറ്റി പാഠ്യപദ്ധതി തീരുമാനിക്കും. പെസഹ ആചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ശുശ്രൂഷകൾ നടക്കും. ഒരുക്കങ്ങളായി. ഒരു മാസക്കാലത്തോളം നീണ്ട പരീക്ഷാ ചൂടിന് ഇന്ന് വിരാമമായി. വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിക്കായി അടച്ചു. അക്ഷരമുറ്റങ്ങൾ ഒഴിഞ്ഞതോടെ കുട്ടിക്കൂട്ടം ഇനി അവധിക്കാല ആരവങ്ങളിലേക്ക്. മാസപ്പടി വിവാദത്തിൽ ഇഡിയുടെ അന്വേഷണം. സിപിഎം ബിജെപി കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമെന്ന് കെ മുരളീധരൻ. സിപിഎമ്മും ബിജെപിയും കേരളത്തിൽ തോൽവി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ഇത്തരം നാടകങ്ങൾ നടക്കുന്നതെന്നും മുരളീധരൻ. വാർത്തകൾ വിശദമായി. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി. കലാമണ്ഡലം ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനം. ലിംഗഭേദമന്യേ കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. വിഷയത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമുണ്ടായത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കും. കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തീരുമാനിക്കുക. ഇന്നലെ നർത്തകൻ RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം അവതരണം നടന്നിരുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി നൽകുന്ന ചരിത്ര തീരുമാനം കലാമണ്ഡലം എടുത്തത്. കേരള കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ് മുതൽ PG കോഴ്സ് വരെ മോഹിനിയാട്ടം പഠിക്കാനുള്ള അവസരമുണ്ട്. ലിംഗഭേദമന്യേ കുട്ടികളെ എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്നുള്ള അഡ്മിഷനിലെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു ക്രൈറ്റീരിയയായിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇത് തീരുമാനിച്ചത്. നേരത്തെ തന്നെ കഥകളി തുടങ്ങിയ വിഭാഗങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അതുതന്നെ നേരത്തെ ഉള്ളൊരു കഴിഞ്ഞ വർഷങ്ങളുണ്ടായ ഒരു മാറ്റമാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും, അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ലിംഗഭേദമന്യേ ഉപയോഗിക്കാൻ. അക്ഷരമുറ്റങ്ങൾ ഒഴിഞ്ഞു. കുട്ടിക്കൂട്ടം ഇനി അവധിക്കാല ആരവങ്ങളിലേക്ക്. ഒരു മാസക്കാലത്തോളം നീണ്ട പരീക്ഷാ ചൂടിന് ഇന്ന് വിരാമമായി. വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിക്കായി അടച്ചു. ഇനിയുള്ള 2 മാസം അവധിക്കാലത്തിന്റെ ആഘോഷത്തിമിർപ്പിലേക്ക് കുട്ടിക്കൂട്ടം പ്രവേശിക്കും. പഠനവും പരീക്ഷയും നൽകിയ സമ്മർദ്ദത്തിൽ നിന്ന് റിലാക്സായി അടിച്ചു പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികൾ. ഇനി വീടകവും തൊടിയും കളിയിടങ്ങളും കുട്ടികളുടെ ആഘോഷത്തിമിർപ്പിന് വേദികളാകും. അവധിക്കാലം ആഘോഷിക്കാനൊരുങ്ങുമ്പോൾ കടുത്ത വേനൽ ചൂട് കുട്ടിക്കൂട്ടങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണുള്ളത്. പരീക്ഷാചൂടിനെ മറികടന്ന വിദ്യാർത്ഥികൾക്ക് മീനച്ചൂടിനെ മറികടക്കാൻ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരുമെങ്കിലും 2 മാസത്തെ അവധിക്കാലം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ. ബന്ധുവീടുകൾ സന്ദർശിച്ച് സമപ്രായക്കാരായ കുട്ടികൾക്കൊപ്പം കളിയും ചിരിയും ചില അവധിക്കാല ക്ലാസുകളുമൊക്കെയായി ഇനിയുള്ള 65 ദിനങ്ങൾ പഠനഭാരം ഒഴിവാക്കി തിമിർക്കുക എന്നത് മാത്രമാണ് കുട്ടികളുടെ ലക്ഷ്യം. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ജീവശാസ്ത്രം പരീക്ഷയോടെയാണ് ബുധനാഴ്ച പരീക്ഷാകാലത്തിന് സമാപ്തിയായത്. മറ്റു ക്ലാസുകളിലെ പരീക്ഷകളെല്ലാം ഇതിനകം പൂർത്തിയായിരുന്നു. അവസാന ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് കൂട്ടുകാരുമായി സൗഹൃദവും സ്നേഹവും പങ്കുവച്ചും ആശ്ലേഷിച്ചും താൽക്കാലികമായി പിരിയുന്നതിന്റെ സങ്കടക്കണ്ണീർ വീഴ്ത്തിയുമാണ് കുട്ടികൾ അക്ഷരമുറ്റങ്ങളിൽ നിന്നും പടിയിറങ്ങിയത്. അവധിക്കാലം കഴിഞ്ഞ് ജൂൺ 3-നാണ് ഇനി പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. സിസിടിവി ന്യൂസ്, കേച്ചി. കുമരനെല്ലൂരിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കപ്പൂർ കൊള്ളന്നൂർ സ്വദേശിയുടെ ഇലക്ട്രിക് ബൈക്കാണ് കത്തിനശിച്ചത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും പുക പുറത്തേക്ക് വന്നത് നാട്ടുകാരിലും പരിഭ്രാന്തി പരത്തി. തുടർന്ന് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ തീയണച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പെസഹ ആചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ശുശ്രൂഷകൾ നടക്കും. യേശുക്രിസ്തുവിന്റെ അവസാനാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുൻപായി ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ച ശേഷം അന്ത്യാത്താഴം കഴിച്ചതിനെ അനുസ്മരിച്ചാണ് ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾ നടക്കുക.
ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ പാനം ചെയ്യുവിൻ. ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്നുദ്ഘോഷിച്ച് ക്രിസ്തു വീഞ്ഞും അപ്പവും ശിഷ്യന്മാർക്കായി പങ്കുവയ്ക്കുകയായിരുന്നു. എളിമപ്പെടേണ്ടതിൻ്റെയും പങ്കുവെക്കേണ്ടതിൻ്റെയും സന്ദേശം വിശ്വാസി സമൂഹത്തിന് പകർന്നു നൽകുന്നത് കൂടിയാണ് പെസഹാചരണം. 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പാചരണത്തിലെ വിശുദ്ധവാരത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമാണ് പെസഹ. രാവിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽക്കഴുകൽ ശുശ്രൂഷകളും നടക്കും. ഇടവകയിലെ പ്രായമായവർ, ഭക്തസംഘടനാ ഭാരവാഹികൾ, അൾത്താരബാലന്മാർ തുടങ്ങിയവരുടെ കാലുകളാണ് തിരുകർമ്മങ്ങളുടെ മധ്യേ വൈദികൻ കഴുകി ചുംബിക്കുക. സുവിശേഷ വായന ഉൾപ്പെടെ വിവിധ ചടങ്ങുകളും പെസഹാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ നടക്കും. CCTV ന്യൂസ്, കേച്ചേരി. CSI കൊച്ചിൻ ഭദ്രാസനത്തിന് കീഴിലുള്ള കുന്നംകുളം സെന്റ് പോൾസ് ഇടവകയുടെ വാർഷിക കൺവെൻഷന് തുടക്കമായി വൈകിട്ട് 6:30 ആരംഭിച്ച കൺവെൻഷനിൽ സിസ്റ്റർ ജസ്റ്റീന പി ജോസഫ് തിരുവനന്തപുരം വചന ശുശ്രൂഷ നിർവഹിച്ചു. വികാരി ഷിബു മോൻ, സീനിയർ പ്രസ്ബിറ്റർ റവറൻ PG തോംസൺ, ഇവാഞ്ചലിസ്റ്റ് KJ ജോൺസൺ എന്നിവർ പങ്കെടുത്തു. നിരവധി വിശ്വാസികളും സംബന്ധിച്ചു. വിശുദ്ധവാരത്തിന്റെ ഭാഗമായി പെസഹ വ്യാഴത്തിൽ വൈകിട്ട് 6:30 വലിയ വെള്ളി രാവിലെ 9 ഈസ്റ്റർ ദിനത്തിൽ പുലർച്ചെ 5 പ്രത്യേക തിരുകർമ്മങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നന്നമുക്ക് പഞ്ചായത്തിലെ ജീവനക്കാരെ UDF അംഗങ്ങൾ പൂട്ടിയിട്ടു. ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് UDF അംഗങ്ങൾ ജീവനക്കാരെ പൂട്ടിയിട്ടത്. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. ബുധനാഴ്ച രാവിലെ 11ഓടെയാണ് സംഭവം. പഞ്ചായത്തിൽ 1500-ലധികം അപേക്ഷകളാണ് തീർപ്പു കൽപ്പിക്കാതെ കെട്ടിക്കിടക്കുന്നത്. സേവനം ലഭിക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടും ഫയലുകൾ തീർപ്പു കൽപ്പിക്കുന്നതിന് കാലതാമസം വന്നതോടെയാണ് UDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വാതിൽ പൂട്ടിയിട്ട് പ്രതിഷേധം തുടർന്നതോടെ ചങ്ങരംകുളം CI ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി പ്രതിഷേധിച്ച മെമ്പർമാരെ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. പോലീസ് പിന്നീട് പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയും മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മാസങ്ങളായി അത്യാവശ്യ ഫയലുകൾ പോലും നീങ്ങുന്നില്ലെന്നും സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ മിക്ക ദിവസങ്ങളിലും അവധിയിലാണെന്നും UDF മെമ്പർമാർ പറയുന്നു. 1500-ലധികം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് പഞ്ചായത്തിലുള്ളതെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. CCTV ന്യൂസ്, പൊന്നൂർക്കുളം. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗത്ത് അറ്റകുറ്റപ്പണി തുടങ്ങി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ 45 വർഷം പഴക്കമുള്ള 700 mm പൈപ്പാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയത്. 1 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത റോഡിന് ഇതുമൂലം വലിയ രീതിയിലുള്ള തകരാർ സംഭവിച്ചു. കാട്ടുകാമ്പാൽ, പുന്നയൂർ, പുന്നയൂർക്കുളം, കടവല്ലൂർ, വടക്കേക്കാട്, പോർക്കുളം എന്നീ പഞ്ചായത്തുകളിലും കുന്നംകുളം നഗരസഭയുടെ ചില ഭാഗങ്ങളിലും ജലവിതരണം തടസ്സപ്പെട്ടത് ജനങ്ങളെ ദുരിതത്തിലാക്കി. വേനൽ ചൂട് മൂലം കിണറുകൾ വറ്റിയതോടെ പല സ്ഥലങ്ങളിലും ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളമാണ് ആശ്രയം. ഇന്നു മുതൽ ഭാഗികമായി ജലവിതരണം പുനരാരംഭിക്കുമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംസ്ഥാന പാതയിൽ ഗതാഗതത്തിനും തടസ്സമുണ്ട്. വീതി കുറഞ്ഞ റോഡായതിനാൽ ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. ചരക്ക് ലോറികൾ പോലുള്ള വലിയ വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ കടത്തിവിടണം എന്നാണ് ആവശ്യം. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. മാസപ്പടി വിവാദത്തിൽ EDയുടെ അന്വേഷണം CPM BJP കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമെന്ന് K മുരളീധരൻ. CPMഉം BJPയും കേരളത്തിൽ തോൽവി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ഇത്തരം നാടകങ്ങൾ നടക്കുന്നത്. ഈ ഡീലിനെ നേരിടുക എന്നതാണ് UDF നയം. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും. ബാക്കി കാര്യങ്ങൾ ഇലക്ഷന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരട്ടെ, അപ്പോൾ നോക്കാം. SFOയുടെ 8 മാസത്തെ അന്വേഷണം കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതെല്ലാം ഇരുവരും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ ഇവർ എടുക്കുന്ന ഗിമ്മിക്കാണ് ഈ അന്വേഷണ നാടകങ്ങളെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇതെല്ലാം അന്തർധാരയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും BJPക്ക് ഒരു സത്യം മനസ്സിലായി, ജയിക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കിയപ്പോൾ CPMുമായിട്ടുള്ള സഹായത്തോടു കൂടെ ഒരു ഡീൽ ഉറപ്പിക്കാൻ
ഇതിങ്ങനെ ഇടയ്ക്ക് കടന്ന് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡീലിങ്ങിനെ നേരിടുക എന്നുള്ളതാണ് UDFൻ്റെ നയം. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും. മറ്റു കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ശേഷം ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരട്ടെ, നമുക്ക് അന്നാലോചിക്കാം. അത് SFIOൻ്റെ 8 മാസത്തെ അന്വേഷണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു കൊല്ലത്തെ അന്വേഷണം, 8 മാസത്തെ അന്വേഷണത്തിന് പരിധിയുണ്ട്. ആസ് ഏർലി ആസ് പോസിബിൾ അല്ലേ സാറിന് അന്വേഷണം നടത്തുക. അപ്പോൾ അതിലെല്ലാം ഡീലിംഗാണ്, ഈ ഡീലാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. LDF ആലത്തൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ വാഹന പ്രചാരണ ജാഥയുടെ ആദ്യഘട്ടം പൂർത്തിയായി. സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് കുന്നംകുളം നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ത്രിവേണി സെന്ററിലെത്തിയ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കാണിപ്പയ്യൂർ പഴയ റോഡ്, കക്കയം സെന്റർ, ആനക്കൽ സെന്റർ, ചെമ്മണ്ണൂർ ആശാരിപ്പടി, തെക്കൻ ചിറ്റഞ്ഞൂർ, തലക്കാട്ടുമൂല, ചിറ്റഞ്ഞൂർ, നടുക്കൂട്ടം സെന്റർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ശേഷം കുറുക്കൻപാറ 5 സെന്റ് പരിസരത്തെത്തിയ സ്ഥാനാർത്ഥിയെ കുട്ടികൾ കൊന്നപ്പൂ നൽകി സ്വീകരിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കടുത്ത ചൂടിനെയും അവഗണിച്ച് വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഉണ്ടായിരുന്നത്. പഴവർഗ്ഗങ്ങൾ നിറച്ച കൂടകളും കണിക്കൊന്നയും തലപ്പാവും അണിയിച്ചാണ് പല കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, CPM ഏരിയ സെക്രട്ടറിമാരായ MN സത്യൻ, KD ബാഹുലയൻ, LDF നേതാക്കളായ M ബാലാജി, KT ഷാജൻ, EA ദിനമണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഇലക്ഷൻ കമ്മീഷന്റെ സഹകരണത്തോടെ ജനഹിതം 2024 എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മണലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് അവബോധം വളർത്തുക, വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനഹിതം 2024 എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കോളേജ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പയിനിൽ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ വിഷ്ണു, റാം പാണ്ഡെ എന്നിവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട VIP എന്ന ക്യാമ്പയിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി. തുടർന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര പരിപാടിയും സംഘടിപ്പിച്ചു. ശരിയുത്തരം പറയുന്നവർക്ക് തത്സമയം സമ്മാനം വിതരണം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ ശ്രീകൃഷ്ണ കോളേജിലെ NSS കോർഡിനേറ്റർമാരായ ഡോക്ടർ സുരേഷ്, ഡോക്ടർ ഗായത്രി, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ കണ്ടാനശ്ശേരി പഞ്ചായത്തുകളിലെ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി കെ മുരളീധരൻ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരനാണ് മേഖലയിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ 2ാം ഘട്ട പര്യടനം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ ചൂണ്ടൽ പഞ്ചായത്തിലെ ചൂണ്ടൽ മരീന ഹോം സന്ദർശിച്ചുകൊണ്ടായിരുന്നു ആരംഭിച്ചത്. തുടർന്ന് സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ, ചൂണ്ടൽ സെന്റർ, പാറന്നൂർ അമ്പലം, പാറന്നൂർ പള്ളി, കുന്നത്ത് പള്ളി, പട്ടിക്കര മസ്ജിദ്, എരനല്ലൂർ പള്ളി, മഴുവഞ്ചേരി അമ്പലം, കേച്ചേരി എന്നിവിടങ്ങളിലും സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പര്യടനത്തിന് ആരംഭം കുറിച്ചു. ആളൂർ പള്ളി, മറ്റം സെന്റർ, നമ്പഴിക്കാട് സെന്റർ, കണ്ടാണിശ്ശേരി പള്ളി, അരിയന്നൂർ അമ്പലം, കൂനമൂച്ചി സെന്റർ എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. 2 ആഴ്ച മുൻപ് ആദ്യഘട്ടത്തിൽ പ്രധാന വ്യക്തികളെ സന്ദർശിക്കുകയും ആരാധനാലയങ്ങളിലും സ്ഥാപനങ്ങളിലും എത്തി സൌഹൃദം പങ്കുവയ്ക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇരു പഞ്ചായത്തിലെയും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശപൂർവ്വമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കേച്ചേരി, ആളൂർ, മറ്റം, നമ്പഴിക്കാട്, കൂനമൂച്ചി തുടങ്ങിയ പ്രധാനപ്പെട്ട സെന്ററുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ കയറി മുരളീധരൻ വോട്ട് അഭ്യർത്ഥന നടത്തി. ബുധനാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മുരളീധരന്റെ പര്യടനം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം മണലൂർ നിയോജക മണ്ഡലത്തിലെ പാവർട്ടി ബ്ലോക്ക് പരിധിയിലെ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. എളവള്ളി പഞ്ചായത്തിലെ പൂവത്തൂരിലായിരുന്നു സ്ഥാനാർത്ഥിക്കുള്ള അവസാന സ്വീകരണം നടന്നത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, PA മാധവൻ, DCC ജനറൽ സെക്രട്ടറിമാരായ V വേണുഗോപാൽ, KK ബാബു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റുമാരായ RM ബഷീർ, ഷാജു തരകൻ, കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി.
കാഞ്ഞിരക്കോട് മോസ്കോ, കൊരട്ടിയാംകുന്ന് കോളനി, തൃക്കണപതിയാരം, ചിറ്റണ്ട, എടക്കാട്, കോട്ടപ്പുറം, നെല്ലുവായ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. LDF നേതാക്കളായ MS സിദ്ധൻ, PT ദേവസി, KV ശങ്കരനാരായണൻ, M നന്ദീഷ്, TK മനോജ് കുമാർ, TK ശിവൻ, NB ബിജു, ഡോക്ടർ BC ബിനോജ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകി. AC മൊയ്തീൻ MLA, MN സത്യൻ, KM അഷ്റഫ്, S ബസന്തലാൽ, ജലീൽ ആദൂർ, സയ്യിദ് ഷബീൽ ഹൈദ്രുസി തങ്ങൾ, TP ജോസഫ്, KD ബാഹുലയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നെല്ലുവായിലെ സ്വീകരണത്തിൽ മാതൃകാ കർഷകൻ കൂടിയായ K രാധാകൃഷ്ണന് ആർട്ടിസ്റ്റ് സുധാകരൻ നെല്ലുവായ് മരത്തിൽ നിർമ്മിച്ച കർഷകന്റെ ശില്പം സമ്മാനിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ലോക നാടക ദിനം ആചരിച്ചു. നന്മ ഓഫീസിൽ നടത്തിയ ലോക നാടക ദിനാചരണം നാടക സംവിധായകൻ TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. C രമാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി നാടകദിന സന്ദേശം നൽകി. നന്മ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് CK രവി, സർഗവനിത ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ബാലൻ, സെക്രട്ടറി ഷീലാമണി തുടങ്ങിയവർ സംസാരിച്ചു. നാടക പ്രവർത്തകരായ വിജയൻ പള്ളിക്കര, രാധാമണി ഉണ്ണികൃഷ്ണൻ, ജെസി അന്തിക്കാട്, ചന്ദ്രമതി എന്നിവർ പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം നാടകഗാനങ്ങളും ലഘുനാടകാവതരണവും ഉണ്ടായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ആരോഗ്യധാരയ്ക്ക് സമാപനമായി. ആളൂർ വായനശാല പരിസരത്ത് നടന്ന സമാപന ചടങ്ങ് കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് NF വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K മനോജ്, എറണാകുളം ജില്ലാ ആരോഗ്യവകുപ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻചാർജ് ആൻഡ് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ചന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, ആരോഗ്യ ഭക്ഷണ പ്രദർശന മത്സരം, ബോധവൽക്കരണ നാടകം, പ്രാദേശിക കലാപരിപാടികൾ എന്നീ പരിപാടികളോടെയാണ് ആരോഗ്യധാര ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പങ്കെടുത്തവർ ചേർന്ന് ചിരാതുകളും മെഴുകുതിരികളും തെളിയിച്ച് ജീവിതശൈലി രോഗ നിയന്ത്രണ ഐക്യദാർഢ്യ പ്രതിജ്ഞ നടത്തി. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, വായനശാല പ്രവർത്തകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഈസ്റ്റ് യൂണിറ്റ് 2024-25 വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജോസഫ് ചെറിയാൻ അനുസ്മരണവും ജില്ലാ മേഖലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഇഫ്താർ വിരുന്നും നടന്നു. ചിറളയം MGM ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാൻ, സ്ഥാപക ജനറൽ സെക്രട്ടറി സാരംഗപാണി എന്നിവരുടെ ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടന്നു. AKPA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് MJ സിജോ തിരിച്ചറിയൽ കാർഡ് കുന്നംകുളം ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂരിന് നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ജില്ലാ മേഖലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ സെക്രട്ടറി ജെറി ആൽബർട്ട്, മേഖലാ ട്രഷറർ രമേശ് കാളിയത്ത, യൂണിറ്റ് ഇൻചാർജ് PY റാഫി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി. പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആത്മപരിശീലന ക്ലാസിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ പെല്ലറ്റ് മാധ്യമത്തിലൂടെ നടത്തിയ കൂൺ കൃഷി വൻ വിജയം. കൂടുതൽ കൃഷി ചെയ്യാൻ ഒരുങ്ങി സംരംഭകർ. എളുപ്പമാർഗത്തിൽ വീടുകളിൽ തന്നെ വളർത്താനാകുന്ന പെല്ലറ്റ് മഷ്റൂം രീതി അറിയുന്നതിനും പരിശീലിക്കുന്നതിനുമായാണ് ഫെബ്രുവരി 24-ന് കൂൺ കൃഷി പെല്ലറ്റ് മാധ്യമത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ 400 രൂപ വില വരുന്ന മഷ്റൂം മാധ്യമ കിറ്റ് പരിശീലന ക്ലാസ്സിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തവർക്ക് നൽകിയിരുന്നു. ഇതിന്റെ വിളവെടുപ്പാണ് 100% വിജയം കൈവരിച്ചത്. ഉൽപാദക സംരംഭകൻ ആദമാണ് കൃഷിരീതിയെക്കുറിച്ച് വിശദീകരിച്ച് മഷ്റൂം മാധ്യമ കിറ്റ് നൽകിയത്. കൂടുതൽ കിറ്റ് വാങ്ങി കൃഷി ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനാഘോഷം സംഘടിപ്പിച്ചു. മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന നാടക ദിനാഘോഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. നാടകപ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ PN പ്രകാശ് നാടകവേദിയും മാറുന്ന പ്രേക്ഷകരും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ വർഷത്തെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി, നാടക സംവിധായകൻ പ്രബലൻ വേലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടകകൃതികളിൽ ചിഹ്നങ്ങളുടെ പ്രതീകാത്മകാവിഷ്കരണം എന്ന വിഷയത്തിൽ മലയാളം വിഭാഗം അധ്യാപിക ഡോക്ടർ E ശ്രീലത പ്രഭാഷണം നടത്തി. മലയാളം വിഭാഗം മേധാവി ഡോക്ടർ AM റീന, ഡോക്ടർ KU കൃഷ്ണകുമാർ, M നളിൻ ബാബു, കാഞ്ചന G നായർ, കൃഷ്ണകുമാർ കൊട്ടാരത്തിൽ, VN ശ്രീജ, ഇജാസ്, ML രാജീവ് എന്നിവർ സംസാരിച്ചു.
നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായി കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കള്ളൻ എന്ന നാടകം അരങ്ങേറി. സിസിടിവി ന്യൂസ്, കേച്ചേരി. നൂണക്കടവ് എടംപാടം കോൾപ്പടവിൽ ബണ്ടിരുന്നു. നൂറടിത്തോട്ടിൽ വെള്ളമില്ലാത്തതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രിയിലാണ് ബണ്ടിരുന്നത്. KLDCയുടെ നേതൃത്വത്തിൽ ബണ്ട് ബലം വെപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ പഴയ ബണ്ടിന് മുകളിൽ ചുവന്ന മണ്ണിട്ട് ഉയർത്തിയത്. ചെറവല്ലൂർ മുതൽ ഉപ്പുങ്ങൽ പടവ് വരെയാണ് നൂറടിത്തോടിന് കിഴക്കുഭാഗം ബണ്ട് കനം വെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീതിയുള്ള ബണ്ടിന്റെ പകുതി ഭാഗമാണ് ഇരുന്നിട്ടുള്ളത്. ഇതുമൂലം നൂറടിത്തോട്ടിൽ ചെളി പൊന്തി നീരൊഴുക്ക് തടസ്സം നിൽക്കുന്ന അവസ്ഥയാണ്. ആവശ്യമായ നടപടിക്കായി അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അതേസമയം നൂറടിത്തോടിന് പടിഞ്ഞാറ് ബണ്ട് ഉയരം കൂട്ടാൻ പടവ് കർഷകർ നിരന്തരം പറഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും ഉയരമുള്ള സ്ഥലത്ത് വീണ്ടും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിൽ ബണ്ടിരിക്കുന്നതിന് കാരണമെന്നും കർഷകർക്കിടയിൽ ആക്ഷേപമുണ്ട്. കുന്നംകുളം ഫെയർ FC ക്ലബ്ബ് നടത്തുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പിൽ പങ്കെടുക്കാം. പെൺകുട്ടികൾക്കുള്ള പരിശീലനം സൗജന്യമായിരിക്കും. ഫുട്ബോൾ പരിശീലനത്തോടൊപ്പം ഫിറ്റ്നസ് ട്രെയിനിംഗ്, ബീച്ച് ട്രെയിനിംഗ് സെഷൻ, ഗോൾ കീപ്പർമാർക്കുള്ള പ്രത്യേക പരിശീലനം, സൗഹൃദ മത്സരങ്ങൾ എന്നിവയും ക്യാമ്പിലെ കുട്ടികൾക്ക് നൽകും. ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തൃശൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന അക്കാദമി ലീഗിൽ പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടാകും. മികച്ച പരിശീലകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഒരുക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏപ്രിൽ 1-ാം തീയതി 4 മണിക്ക് ബെഥനി സ്കൂൾ ഗ്രൗണ്ടിൽ മാതാപിതാക്കളുമായി എത്തിച്ചേരേണ്ടതാണെന്ന് ഫെയർ ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് സാമുവൽ ജോസ്, വൈസ് പ്രസിഡന്റ് ബിന്ദു ബിജു, എക്സിക്യൂട്ടീവ് മെമ്പർ പി ലൈജു, ക്യാമ്പ് കോർഡിനേറ്റർ നിബു ജോബ് എന്നിവർ അറിയിച്ചു. ചേറ്റുവ ചാലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗൾഫ് ഓവർസീസ് കമ്മിറ്റിയുടെ ഷെഫി മാസ്റ്റർ സ്മാരക പുരസ്കാര സമർപ്പണം നടന്നു. ചേറ്റുവ ചാലഞ്ചേഴ്സ് ക്ലബ്ബ് മുൻ പ്രസിഡന്റും മുൻ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ താരവും കായികാധ്യാപകനുമായിരുന്ന ഡോക്ടർ MM ഷെഫീർ മുഹമ്മദ് അലിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജില്ലയിലെ മികച്ച കായികാധ്യാപകനുള്ള പുരസ്കാരം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ CA മുഹമ്മദ് ഹനീഫയ്ക്ക് സമ്മാനിച്ചു. ചേറ്റുവ വി സ്പോർട്സ് അക്കാദമി ടർഫിൽ നടന്ന ചടങ്ങ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ചലഞ്ചേഴ്സ് മുഖ്യ രക്ഷാധികാരി K ഇർഷാദ് ചേറ്റുവ അധ്യക്ഷനായി. 10,001 രൂപയും സുധി PP രൂപകൽപ്പന ചെയ്ത ശില്പവും CV പാപ്പച്ചൻ സമ്മാനിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മുഖ്യാതിഥിയായി. OK പ്രൈസൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. PC രവി, VH ഷാഹുൽ, NA മുഷറഫ്, RM മുഹമ്മദ് റിസ്വാൻ എന്നിവർ സംസാരിച്ചു. സ്പെയിനിൽ നടന്ന അന്താരാഷ്ട്ര വാട്ടർ കളർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത സുധി PP CSIR UGC നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 88-ാം റാങ്ക് നേടിയ RS ഷഹാന, ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ KS ദേവജിത്ത്, ദേശീയ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലംഗമായ സിനാൻ ജലീൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം മത്സ്യ മാർക്കറ്റ് ചുമട്ടുതൊഴിലാളി CITU യൂണിയൻ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. യൂണിയനിലെ തൊഴിലാളി PS മത്തായിക്ക് യാത്രയയപ്പ് നൽകി. KR ഗ്രാൻഡ് റെസിഡൻസിയിൽ നടന്ന സമ്മേളനം CITU കുന്നംകുളം ഏരിയ സെക്രട്ടറി PM സോമൻ ഉദ്ഘാടനം ചെയ്തു. KA അസീസ് അധ്യക്ഷനായി. നേതാക്കളായ PG ജയപ്രകാശ്, CG രഘുനാഥ്, CK രവി, യൂണിയൻ സെക്രട്ടറി PK നൌഷാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി. റെക്കോർഡ് ഏക്കത്തുകയ്ക്ക് കൊമ്പൻ തൃക്കടവൂർ ശിവരാജു കാട്ടകാമ്പാലിലേക്ക്. ഏപ്രിൽ 20-ന് നടക്കുന്ന കാട്ടകാമ്പാൽ പൂരത്തിനാണ് 8,80,008 രൂപയ്ക്ക് ഇസ്രായേൽ ദേശം പൂരാഘോഷ കമ്മിറ്റി ശിവരാജുവിനെ സ്വന്തമാക്കിയത്. ഏക്കത്തുകയ്ക്ക് പുറമെ 50,000-ഓളം രൂപ മറ്റു ചെലവുകൾക്കായും ആഘോഷ കമ്മിറ്റി വിനിയോഗിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തി. കുന്നംകുളം ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകർക്ക് അനുമോദനം നൽകി. കുന്നംകുളം AO A മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. HM കോൺഫറൻസ് കൺവീനർ ഡെന്നി ചൊവ്വന്നൂർ, BPC ലിജു ടീച്ചർ, അധ്യാപക സംഘടനാ പ്രതിനിധികളായ ജാബിർ, ലൈനു, ജിജു, ബിബിൻ, അബ്ദുൾ മുനീർ, വിരമിക്കുന്ന അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട്, പൊറവൂർ ഭാഗങ്ങളിലെ വീടുകൾക്ക് നേരെ കുപ്പികൾ എറിഞ്ഞെന്ന് പരാതി. ചൊവ്വാഴ്ച രാത്രി 12:30-ഓടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു.
വലിയറ വിജയ, മേക്കാട്ടുകുളം സൈമൺ, അറങ്ങാശ്ശേരി ഓമന, പുത്തൻപുരയ്ക്കൽ ദാസൻ, വലിയാലുക്കൽ സുരേഷ് എന്നിവരുടെ വീടിന് നേരെയാണ് കുപ്പിയേറുണ്ടായത്. പൊറവൂർപ്പാടത്തും കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര പരിസരത്തും രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു. സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ ലഹരി മാഫിയകളുടെ ശല്യം വർദ്ധിക്കുകയാണെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏഴുമണിയാറ് മോൻ ട്യൂഷന് പോണ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ചില്ല് പൊട്ടി കിടക്കുന്നതായിരുന്നു. അപ്പം ഞാൻ കുപ്പി ക്ലാസ് എന്തെങ്കിലും പൊട്ടി നോക്കിയപ്പോൾ എല്ലാവർക്കും ഉണ്ട് ചില്ല്. 4:30 എഴുന്നേറ്റ് നടക്കാനിരിക്കണതാ. ആ നടക്കാനിരിക്കണ നേരത്താണ് മുമ്മറ മുഴുവനും കുപ്പിച്ചില്ലാണ്. അപ്പോൾ ഞാനതൊക്കെ അടിച്ചു വാരി ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോൾ അവിടെ ആ പ്ലാവിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ഇതുവരെ കുപ്പിച്ചില്ല. അങ്ങനെയുള്ള സംഭവമാണ് കണ്ടിറക്കുന്നത്. ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് പോലീസിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. പോലീസ് ആ നിലയ്ക്ക് തന്നെ ഇടപെടേണ്ടതുണ്ട്. വിവിധ വീടുകളിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പോലീസ് കാര്യക്ഷമമായി ഇത് അന്വേഷിച്ച് ഇതിനെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. പ്രതികളെ കണ്ടെത്താൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രതിരോധം തന്നെ, വലിയ പ്രതിഷേധം ഈ പ്രദേശത്ത് നിന്നുണ്ടാവും. അത്തരത്തിൽ പോലീസും അതിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്കൂൾ അവധിയുടെ മുന്നോടിയായി ബ്ലാങ്ങാട് GFUP സ്കൂളിൽ നടന്ന പഠനോത്സവം സിനിമാ താരം മീനാക്ഷി അനൂപ് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് PN ഷാഹിദ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക CD വിജി, സ്കൂൾ ലീഡർ CJ ദേവിക എന്നിവർ ചേർന്ന് മീനാക്ഷി അനൂപിന് സ്നേഹോപഹാരം നൽകി. വാർഡ് കൌൺസിലർ KP രഞ്ജിത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ എന്നിവർ നേതൃത്വം നൽകി. കോൺവെക്കേഷൻ സെറിമണിയുടെ ഭാഗമായി UKG വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചൊല്ലി. കുട്ടികൾക്കായി കഥാപുസ്തകങ്ങൾ PS ഷൈജി വിതരണം ചെയ്തു. തുടർന്ന് അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. അംഗൻവാടി അധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പുണ്യമാസമായ റമളാനിൽ വിപുലമായ പ്രവർത്തനങ്ങളുമായി SYS സാന്ത്വനം മഹൽ. SYS തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാന്ത്വനം മഹൽ വ്യത്യസ്ത സേവന പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമാവുകയാണ്. ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ ഒരുക്കിയും ആവശ്യമായ സേവനങ്ങൾ നൽകിയും നിരവധി പേർക്ക് ആശ്രയമാകുകയാണ് സാന്ത്വനം മഹൽ. റമളാൻ മാസത്തിൽ യൂണിറ്റ് തലങ്ങളിൽ നൽകുന്ന ആയിരക്കണക്കിന് റമളാൻ കിറ്റുകൾ നിർധനരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. മെഡിക്കൽ കോളേജിലെ ക്യാൻസർ TB വാർഡിൽ റമളാൻ 30 ദിവസവും വിഭവസമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങൾ എല്ലാ മതസ്ഥരിലുംപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എത്തിച്ചു നൽകുന്നു. ഞാനിവിടെ 17 വർഷമായിട്ട് ജോലി ചെയ്യുന്നയാളാണ്. ഒരു 10 വർഷത്തോളമായിട്ടുണ്ട്. എല്ലാ ദിവസവും നോമ്പ് കാലത്ത് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഒരു വൈകുന്നേരങ്ങളിൽ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അത് ബിരിയാണി വെറൈറ്റി ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. അത് ഈ പാവപ്പെട്ട രോഗികൾക്ക് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാത്തവർ പോലുമാണ് ഇവിടെ വരുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല ഫുഡാണ്, മതഭേദം ഇല്ലാണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നല്ല കുഴപ്പമില്ല, നല്ല രീതിയാണ്. സംഘടനയുടെ യൂണിറ്റ് തലങ്ങളിൽ നിന്നും വരുന്ന സാന്ത്വനം വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം നടന്നുവരുന്നത്. അതോടൊപ്പം സാന്ത്വനം മസ്ജിദിൽ ദിവസവും 100 കണക്കിന് ആളുകൾക്ക് ഇഫ്താർ വിരുന്നും ഒരുക്കുന്നുണ്ട്. യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം സെന്ററുകളിൽ വീൽചെയർ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക്, എയർബെഡ്, വാട്ടർ ബെഡ്, കമോൺ ചെയർ, കട്ടിൽ, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയവയും രോഗികൾക്ക് ലഭ്യമാക്കി വരുന്നുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെയും കൂനമുച്ചി പൗരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തി. ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ നിർവഹിച്ചു. റംസാൻ, വിഷു, ഈസ്റ്റർ, ഓണം തുടങ്ങി വിശേഷ ദിവസങ്ങളിൽ വർഷങ്ങളായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. 150ഓളം ആളുകൾക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് വിതരണം ചെയ്തത്. സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോൾ, കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ജോർജ് ചെറുവത്തൂർ, ചാരിറ്റി കൺവീനർ PC മാർട്ടിൻ, CA തോമസ് തുടങ്ങിയവർ സന്നിഹിതരായി. കുന്നംകുളത്ത് പൊതുസ്ഥാപനങ്ങളുടെ മതിലുകളിൽ ആവിഷ്കരിക്കപ്പെട്ട സന്ദേശങ്ങളും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും വേറിട്ട കാഴ്ചകളാകുന്നു. പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗമാണ് മാലിന്യ സംസ്കരണം, ആഗോളതാപനം, പരിസ്ഥിതി പരിപാലനം, ജലസംരക്ഷണം എന്നിവ വിഷയമാക്കിക്കൊണ്ട് മതിലുകൾ ആർട്ട് ഗാലറിക്ക് തുല്യമാക്കുന്നത്.
ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സീനിയർ ഗ്രൗണ്ട് റോഡിന്റെയും ജവഹർ സ്റ്റേഡിയത്തിന്റെയും മതിലുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാരിക്കേച്ചറുകളും കാർട്ടൂൺ ചിത്രങ്ങളും സന്ദേശങ്ങളും നഗരത്തിന്റെ മൂടി കൂട്ടുകയാണ്. കുന്നംകുളം നഗരസഭയുടെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പരിപാടിയുടെ ഭാഗമായാണ് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് ചുവരുകളിൽ ചിത്രരചന നടത്തുന്നത്. കഴിഞ്ഞ 40 വർഷമായി ചിത്രരചന രംഗത്ത് പ്രവർത്തിക്കുന്ന അടുക്കുട്ടി സ്വദേശി കലാകാരൻ CL സണ്ണിയും സംഘവുമാണ് ചുമരെഴുത്ത് നടത്തുന്നത്. ആർട്ടിസ്റ്റ് എന്നതിലുപരി സുവിശേഷകനും പാസ്റ്ററുമായ സണ്ണി കുന്നംകുളം JJ സ്കൂളിലെ കീബോർഡ് മ്യൂസിക് അധ്യാപകൻ കൂടിയാണ്. സുജിത്, ജോസഫ്, കെൻഡിൽ, വിജേഷ് എന്നിവരാണ് സണ്ണിക്കൊപ്പം ചുവരെഴുത്തിൽ പ്രവർത്തിക്കുന്നത്. കൊറോണ സമയത്ത് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ചിത്രം വരച്ച് നൽകിയിട്ടുണ്ട്. നഗരസഭാ ആരോഗ്യപ്രവർത്തകരായ ആറ്റ്ലി, വിനോദ് എന്നിവർ ഉത്സാഹത്തോടെ വിശ്വാസം അർപ്പിച്ച് ഇത്രയും ജോലികൾ നൽകിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും സണ്ണി പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ കൊറോണ ടൈമിൽ ഒരു പടം വരച്ചു. പിന്നീട് അവിടുത്തെ വർക്ക് കണ്ടിട്ട് പ്രിൻസിപ്പൽ വിനോദ് സാർ എന്നെ വിളിച്ചു, ഒരു വർക്ക് തന്നു. ആ വർക്ക് കണ്ടപ്പോൾ HI സാറിന് സന്തോഷമായി. അങ്ങനെയാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ചോദിച്ചു. അങ്ങനെ കുന്നംകുളം ശുചിത്വം എന്നുള്ള നൈസ് ആരാധകരാക്കിയിട്ട് കുന്നംകുളത്തുള്ള എല്ലാ ചുവരുകളിലും ശുചിത്വ സന്ദേശം. ചുട്ടുപൊള്ളുന്ന ചൂടിലും തികഞ്ഞ ആത്മാർത്ഥതയോടെ സണ്ണിയും സംഘവും ജോലികൾ നിർവഹിക്കുന്നതെന്ന് നഗരസഭാ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ അഭിപ്രായപ്പെട്ടു. വലിയ ചൂടുള്ള ഈ സമയത്ത്, അതിശക്തമായ ചൂടുള്ള സമയത്ത് പോലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത്. കുന്നംകുളം നഗരസഭയുടെയും ജില്ലാ ശുചിത്വ മിഷന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ഇത്തരം വർക്കുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇത് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത്. കുന്നംകുളത്തെ എല്ലാ മതിലുകളും ഇങ്ങനെ ആയിരിക്കട്ടെ, വളരെ മനോഹരമായ കുന്നംകുളത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് ആൾക്കാർ പ്രോത്സാഹനം തരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ കുന്നംകുളത്തെ എല്ലാ പൊതുമതിലുകളും സ്വകാര്യ വ്യക്തികൾ ആവശ്യപ്പെടുന്ന അവരുടെ മതിലുകളിലും ഇത്തരം സന്ദേശങ്ങളും ചിത്രങ്ങളും കാരിക്കേച്ചറുകളും എല്ലാം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ചുവരെഴുത്ത്. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും ചുവരെഴുത്തുകളായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് അതെല്ലാം മാറ്റേണ്ടി വന്നു. എന്നാൽ പുതിയ ആശയത്തോടെ മതിലുകൾ ജനങ്ങൾക്ക് സെൽഫി എടുക്കുന്നതിനുള്ള ഇടങ്ങളായി മാറുകയാണ്. നഗരസഭാ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PM വിനോദ്, A. രഞ്ജിത്ത് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ MS ഷീബ, S. രശ്മി, A. അൻസാരി, PS സജീഷ്, PP വിഷ്ണു, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ TV മഞ്ജു എന്നിവരാണ് ആശയങ്ങൾ തയ്യാറാക്കി നൽകിയത്. CCTV ന്യൂസ്, കുന്നംകുളം. വടക്കാഞ്ചേരി നഗരസഭ 38-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ലിയോ വിനോദ് ചികിത്സാ സഹായ നിധി സമാഹരണത്തിനായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. മാർച്ച് 29, 30, 31 തീയതികളിൽ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന മുണ്ടത്തിക്കോട് പ്രീമിയർ ലീഗ് 2024 മത്സരത്തിൽ നിന്നും ലഭിക്കുന്ന തുക ചികിത്സാ നിധിയിലേക്ക് നൽകും. ഇതിനോടകം വിവിധ മാർഗങ്ങളിലൂടെ സമാഹരിച്ച 10 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ, KR പ്രശാന്ത്, EG സജീഷ്, A. സുധീഷ് ബാബു എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കേക്കാട് യൂണിറ്റ് 2024-25 വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ഇഫ്താർ വിരുന്നും നടന്നു. മേഖലാ പ്രസിഡന്റ് സിജോ MJ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുജാതയ്ക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സജീഷ് KN അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി ജെറി ആൽബർട്ട്, മേഖലാ ട്രഷററും യൂണിറ്റ് അംഗം കൂടിയായ രമേശ് കാളിയത്ത് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബിജുമോൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ അബൂബക്കർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. വിശുദ്ധ യുദ്ധത്തിന്റെ സ്മരണയുണർത്തി ബദർ ദിനം വ്യാഴാഴ്ച ആചരിക്കും.
വിശുദ്ധ റംസാൻ രണ്ടാം പത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബദർ ദിനം ആചരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നോമ്പനുഷ്ഠാനത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും അള്ളാഹുവിൽ അർപ്പിച്ച് വിശ്വാസികൾ നടത്തിയ വിശുദ്ധ യുദ്ധത്തിന്റെ സ്മരണകളെ ഉണർത്തിയെടുക്കുന്നതാണ് ബദർ ദിനം. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവമെന്ന് വിശേഷിപ്പിക്കുന്ന ബദർ ദിനത്തിൽ പള്ളികളിലും ഭവനങ്ങളിലും ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് നടക്കുക. ഹിജ്റ 2-ാം വർഷത്തിൽ നോമ്പ് 17-ന് വെള്ളിയാഴ്ച ദിനത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയും അനുയായികളും മക്കയ്ക്കും മദീനയ്ക്കുമിടക്കുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസ പോരാട്ടത്തിലൂടെ ശത്രുക്കൾക്കെതിരെ നേടിയ നന്മയുടെ വിജയമാണ് ബദർ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. ജീവനും സ്വത്തിനും നിലനിൽപ്പിനും തന്നെയും ഭീഷണിയുയർത്തി ആട്ടിയൊടിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഒന്നുമാത്രം കൈമുതലായുള്ള നബിയും അനുയായികളും ശത്രുക്കളുടെ മേൽ വിജയം നേടുകയായിരുന്നു. വിശ്വാസ സംരക്ഷണാർത്ഥം നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ധീരരക്തസാക്ഷികളായത് 14 പേരാണെന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട്. ആ രക്തസാക്ഷികളുടെ ബദരീങ്ങളുടെ ത്യാഗസ്മരണകളാണ് ബദർ ദിനം വാഴ്ത്തിപ്പറയുന്നത്. പള്ളികളിൽ മൗലീദ് പാരായണം, പ്രാർത്ഥനാ സമ്മേളനം, അനുസ്മരണ സമ്മേളനം, നേർച്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടായിരിക്കും. കേച്ചേരി റേഞ്ച് മഹൽ അസോസിയേഷന് കീഴിലുള്ള പള്ളികളിൽ ബദർ ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് സമൂഹ നോമ്പുതുറ, ബദർ ദിന ചടങ്ങുകൾ എന്നിവയും നടക്കും. മേഖലയിലെ ഏറ്റവും പുരാതനമായ പട്ടികര പറപ്പൂർ തടത്തിൽ ജുമാ മസ്ജിദിൽ ഖത്തീബ് സൈനുദ്ദീൻ സഅദി അൽ അർഷദി, കേച്ചേരി ജുമാ മസ്ജിദിൽ അൽ ഹസനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വ്യാഴാഴ്ച രാവിലെ 6-ന് പെസഹ ശുശ്രൂഷകൾ, പെസഹ കുർബാന എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് പെസഹ ഊട്ട്, വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരം. അറയ്ക്കൽ ചാപ്പലിൽ പെസഹ വചന സന്ദേശവും ഉണ്ടാകും. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 9-ന് ആരംഭിക്കും. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ കാർമ്മികത്വം വഹിക്കും. 3 ദിവസങ്ങളിലായി നടന്നുവന്ന സുവിശേഷ യോഗം ചൊവ്വാഴ്ച സമാപിച്ചു. ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ഫാദർ ലിജിൻ കുര്യൻ, ഫാദർ അനിജോൺ വെന്നിലത്ത് എന്നിവർ വചന സന്ദേശം നൽകി. ഗുരുവായൂർ ദേവസ്വം സത്രം അങ്കണത്തിലെ സർപ്പക്കാവിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഗുരുവായൂർ ദേവസ്വം വകയായി രാവിലെ കലശാഭിഷേകത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് നാഗക്കളം സർപ്പബലിയും ഉണ്ടായി. പാതിരാക്കുന്നത്ത് കുളപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീകൃഷ്ണപുരം സതീശനും സംഘത്തിന്റെയും പുള്ളുവൻ പാട്ടും ഉണ്ടായിരുന്നു. ചിറമനങ്ങാട്ടെ കനിവ് അന്തേവാസികൾക്കൊപ്പം മതസൗഹാർദ്ദ സന്ദേശവുമായി വേറിട്ട ഇഫ്താർ ഒരുക്കി പെരുമ്പിലാവ് പൊറവൂരിലെ ജമാഅത്തെ ഇസ്ലാമി വനിതാ പ്രവർത്തകർ മാതൃകയായി. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ തന്റേതല്ലാത്ത കാരണങ്ങളാൽ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോയ നിരാലംബരെ ചേർത്ത് പിടിക്കുക എന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ എസ് ജമീല അധ്യക്ഷത വഹിച്ചു. കനിവ് ട്രസ്റ്റ് അംഗം സ്മിത മുരളി, ജമാഅത്തെ ഇസ്ലാമി വനിതാ പ്രവർത്തകരായ സുലൈഖ അബ്ദുൾ റഹ്മാൻ, മൈമുന കുഞ്ഞിബാപ്പു, സുമയ്യ ഷംസുദ്ദീൻ, MH ജാസ്മിൻ, കനിവ് മാനേജർ ബാപ്പുനു വി മുഹമ്മദ്, പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ വട്ടമാവിന് സമീപം പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ ശേഖരണ ബിന്നിന് സമീപം ആളുകൾ മാലിന്യം തള്ളുന്നു. ഹരിതസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ചാക്കുകളിൽ കെട്ടി താൽക്കാലികമായി സൂക്ഷിക്കുന്ന ബിന്നിന് സമീപമാണ് അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നത്. ഇത് ഹരിതസേന നീക്കം ചെയ്യാറില്ല. കടകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇത്തരത്തിൽ തള്ളുന്നത് എന്നാണ് സൂചന. ഹരിതസേന നിശ്ചയിച്ച ഫീസ് കൊടുത്ത് മാലിന്യം കൈമാറുന്നതിന് മടിക്കുന്നവരാണ് ഇതിന്റെ പിന്നിലെന്നും ആരോപണമുണ്ട്. ചമ്മന്നൂർ GMLP സ്കൂളിൽ UKG കുട്ടികൾക്കായി കോൺവെക്കേഷൻ സെറിമണി നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് സനീറ അധ്യക്ഷത വഹിച്ചു. OSA സെക്രട്ടറി അലി തറയിൽ, UKG അധ്യാപിക ഫെമിന, ശോഭ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിലെ വിജയികൾക്ക് ക്ലാസ് ടോപ്പേഴ്സിനും ട്രോഫികളും വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6120 രൂപ, പവന് 48,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, Kundangulam. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം കടങ്ങോട് പാറപ്പുറം പഷ്ണത്ത് ചോറമകൻ കേശവൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശാരദ ഭാര്യയാണ്. ഷീജ, ഷീബ, പ്രതീഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി. ലിംഗഭേദമന്യേ കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി. കരിക്കുലം കമ്മിറ്റി പാഠ്യപദ്ധതി തീരുമാനിക്കും. പെസഹ ആചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ശുശ്രൂഷകൾ നടക്കും. ഒരുക്കങ്ങളായി. ഒരു മാസക്കാലത്തോളം നീണ്ട പരീക്ഷാ ചൂടിന് ഇന്ന് വിരാമമായി. വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിക്കായി അടച്ചു. അക്ഷരമുറ്റങ്ങൾ ഒഴിഞ്ഞതോടെ കുട്ടിക്കൂട്ടം ഇനി അവധിക്കാല ആരവങ്ങളിലേക്ക്. മാസപ്പടി വിവാദത്തിൽ ഇഡിയുടെ അന്വേഷണം. സിപിഎം ബിജെപി കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമെന്ന് കെ മുരളീധരൻ. സിപിഎമ്മും ബിജെപിയും കേരളത്തിൽ തോൽവി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ഇത്തരം നാടകങ്ങൾ നടക്കുന്നതെന്നും മുരളീധരൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.